വിധി തളർത്തിയ മനുഷ്യർക്ക് ഒത്തുചേരലിലൂടെ പുത്തൻ കാഴ്ചയുടെ പുതുലോകം സമ്മാനിച്ച് കോഴിക്കോട് തിരുവണ്ണൂരിലെ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാന്തന സംഗമം 30ഓളം കിടപ്പ് രോഗികൾക്കാണ് അതിജീവനത്തിലുള്ള ഊർജ്ജമായി തീർന്നത്. വിധി തളർത്താൻ ശ്രമിക്കുമ്പോഴും അതിന് വഴങ്ങാൻ തയ്യാറല്ലെന്ന ഉറച്ച ബോധ്യത്തോടെ ആടിയും പാടിയും കളിച്ചും ചിരിച്ചും താളം പിടിച്ചും അവർ ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ എന്തെന്നറിഞ്ഞു. കണ്ണഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ ഒരുക്കിയ വേദി ആ 30 പേർക്ക് പ്രചോദനത്തിന്റെ പുതുവഴിയായി തീർന്നു. അത് കരുത്താക്കി 84-കാരി ലക്ഷ്മി പാടി. രഘുപതി രാഘവ രാജാറാം. ആ ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങിയില്ല അവരുടെ ആസ്വാദനം. ചരിത്ര മുഹൂർത്തങ്ങളുടെ ഗന്ധമുള്ള കാറ്റ് വീശുന്ന കോഴിക്കോട് ബീച്ചിന്റെ സായാഹ്നം ആസ്വദിക്കാനും അവരെത്തി. അവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ തിരമാലകൾ ഇരമ്പിയാർക്കുന്നുണ്ടായിരുന്നു. മനസ്സിന്റെ ഊർജം അവരുടെ ശരീരത്തിലേക്കും വീൽ ചെയറിലേക്കും പ്രസരിച്ചു എന്ന് തോന്നിച്ച നിമിഷങ്ങൾ. ആ സന്തോഷം അവർ കേരള വിഷൻ ന്യൂസിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് നടക്കാൻ കഴിയില്ല, കാർ ആക്സിഡൻ്റ് ആയിട്ട് എപ്പോഴും വീട്ടിലിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ പുറത്ത് പോകാൻ ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ച് കൊണ്ടുവന്നതാണ്. എന്തായാലും വളരെ നന്നായി. ഹാപ്പിയാണോ ഇന്നത്തെ അനുഭവം? ഹാപ്പിയാണ്. ഇന്ന് രാവിലെ തൊട്ടൊരു പരിപാടി, പാട്ട്, ഡാൻസ്, നല്ലൊരു സന്തോഷമാണ്. ഇത് ഇന്നെ ഇവിടെ കസാലയിൽ വെച്ച് കൊണ്ടുവന്ന ആൾക്കാർക്ക്, നമ്മളെ പാലിറ്റിൻ്റെ ആൾക്കാരോടൊക്കെ എനിക്ക് അതിരായ സന്തോഷം. എന്താ അവരോട് പറയണ്ടേന്നൊന്ന് അറിഞ്ഞോട്ട് എൻ്റെ നെഞ്ഞിപ്പോഴും ഇടിക്കണായ സന്തോഷം കൊണ്ട്. അതന്നെ. പിന്നെ ഇപ്പോൾ അവരെ കടല വാങ്ങി ഇന്ന് എല്ലാ സമയത്തും ഓല ഭക്ഷണവും എല്ലാ സൗകര്യവും അതിൽ നമ്മളെ സന്തോഷിപ്പിക്കണതിൽ അവർക്കൊക്കെ ആ പ്രതിഫലം അള്ളാഹുവാണ് കൊടുക്കുമാറാകട്ടെ. ആമീൻ. വിനോദ പരിപാടികൾ കോർത്തിണക്കിയും കടൽ കാഴ്ച കണ്ടും നുറുങ്ങറിവുകൾ പങ്കുവച്ചും നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സൊസൈറ്റി ഭാരവാഹികൾ ഉപഹാരവും നൽകി. പരിപാടിയെക്കുറിച്ച് സൊസൈറ്റി ഭാരവാഹികളുടെ വാക്കുകൾ. 250ഓളം രോഗികളെ നമ്മൾ പരിചരിക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ഏറിയ കാലത്തെ വലിയ ആഗ്രഹമായിരുന്നു കിടപ്പിലായ രോഗികളെ ഒന്ന് പുറം ലോകം കാണിക്കണമെന്നുള്ളത്. ഈ കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ അത് രോഗികളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് പുറത്തു പോകണമെന്ന ഒരാഗ്രഹം വന്നതോടുകൂടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു വലിയ സെറ്റപ്പോട് കൂടി തന്നെ തിരുവണ്ണൂർ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ നമ്മൾ അതിനു വേണ്ടി പണിയെടുത്തു. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ബീച്ചിലാണ്. അവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. അത്രത്തോളം അവർ ഹാപ്പി ആയിട്ടുണ്ട്. പരിപാടിയിൽ മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സേവനവും ഒരുക്കിയിരുന്നു. ലീംസ് കാറിന്റെ സഹകരണത്തോടെയാണ് വാഹന സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയത്. ഗിറ്റാറിസ്റ്റ് പ്രമോദ് ഷേണായുടെ ഗിറ്റാർ വാദനവും സൈക്കോളജിസ്റ്റ് മെഹ്റ ഫാത്തിമയുടെ മോട്ടിവേഷണൽ ക്ലാസും കലാപരിപാടികളും ആ 30 പേരിൽ ആവേശം പടർത്തി. പ്രായവും രോഗവുമൊന്നും ശരീരത്തെ തളർത്തിയിട്ടില്ലെന്ന് അവർ പാട്ടിലൂടെ തെളിയിച്ചു. വിനായക വിശ്രയമേകണേ നീ, സരസ്വതി നാവിൽ വിളങ്ങി നിത്തം ചുരത്തണേ സാരസുതാസ്തവങ്ങൾ. കുരുജനം കണ്ണുമിഴിച്ചിടേണം, കുരുജലബ്ധിക്കു സദാ സമഗ്രം. കൃപാനിധേ ദേവകിരാതസൂനോ, നമാമി നിത്യം തവ ചാരുരൂപം. വിധിക്ക് കീഴടങ്ങാൻ ഈ മനുഷ്യർ ഒരുക്കമല്ല. അതിജീവനത്തിലൂടെ പ്രചോദനമാവുകയാണ് ഇവർ. കാരണം ഇവർക്ക് നിറമുള്ള സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുകയാണവർ. ക്യാമറ പേഴ്സൺമാരായ സജി തറയിലും രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.